അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യത്തെ ക്യാപ്റ്റൻ അനീഷ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അനീഷും അഭിലാഷും തമ്മിലുള്ള ഇഷ്യൂവില് അഭിലാഷ് കുറച്ച് ഓവർ ആയില്ലേ. അതുപോലെ തന്നെ ഷാനവാസിന്റെ കുലപുരുഷന്റെ ഒരു മുഖമാണ് നമ്മൾ ഇന്ന് കണ്ടത്. പിന്നെന്താണ്, രേണുസുതി പോസിറ്റീവിലേക്ക് കയറുന്നുണ്ടോ എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലായ ബിഗ് ബോസ് ഡയറീസ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടൂ. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എന്താണ്, എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ മറ്റേ ഇന്നലത്തെ സംഭവമാണ്. മറ്റേ ഗ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ആ സ്റ്റാർ കൊടുത്തില്ലേ. അപ്പൊ ഷാനവാസിന്റെ പുറകില് അക്ബറും അനീഷും കറങ്ങി നടക്കുകയാണ് ആ സ്റ്റാറിന് വേണ്ടിയിട്ട്. പിന്നെ എന്താണ്, അനീഷ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നു ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്തിട്ട് നിക്കടോ, താൻ എങ്ങോട്ടാണ് പോകുന്നത്, താനിങ്ങോട്ടോ താനങ്ങൾക്കടോ എന്നിട്ട് സഹി കേട്ടിട്ട് അവസാനം ഷാനവാസ് ഒനീലിന് ഇത് കൊടുക്കുന്നു, ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നു. അപ്പൊ എന്താണ് ഇത് പറയുന്നു, എന്താണ്, അയ്യോ എനിക്കിനി അനീഷ് പറയാം എനിക്കിനി അത് വേണ്ട എന്ന് പറയുന്നു. അതിനുശേഷം പുറകിൽ തന്നെ ഒനീലാണ് ഇങ്ങനെ നിൽക്കുന്നത്, എന്തെവിടെ നടക്കുന്നേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നേ, കയ്യിലേക്ക് ഇത് തന്ന് എനിക്കുമ്പോ എന്തിനാ എനിക്ക് തന്നു എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ഒനീല്. അപ്പൊ എന്താണ്, പുറകിൽ വന്ന് പുറകിൽ വന്നിട്ട് അക്ബർ വന്നിട്ട് ഒറ്റ വലിക്കല് അക്ബറിന്റെ കയ്യിൽ അങ്ങനെ ആ സ്റ്റാർ സംഭവം കിട്ടുന്നു, റേസ് സ്റ്റാർസ് കിട്ടുന്നു. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് രാത്രി 11:45 എന്താണ്, മറ്റേ ജിസായലിന്റെ കയ്യിൽ മറ്റേ സംഭവം കിട്ടുന്നു, റേസ് സ്റ്റാർസ് കിട്ടുന്നു. അത് ഇട്ട് മറ്റേ രണ ഫാത്തിമ അർജമിനിസയും ജിസായലിന്റെ കയ്യിൽ നിന്ന് ഇത് എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനുശേഷം ഭയങ്കരമായിട്ട് ഇതായിപ്പോയി, എന്നുവെച്ചാൽ ഓവർ ആയിപ്പോയി. ഇതിപ്പോ രാത്രി ആയിട്ട് ഭയങ്കര പിടിച്ചു പറയും അതൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇവരെന്ത് ചെയ്തു, BB ടാസ്ക് അങ്ങ് റദ്ദാക്കി. എന്ന് വെച്ചാല് നമ്മളൊന്ന് നിർത്തി വെച്ചിരിക്കുന്നു. ഇനി ഒരു അറിയിപ്പ് കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ഒരിക്കലും ഇനി ചെയ്യരുത്. ഇപ്പൊ ആരുടെ കയ്യിലാണ് ഇതൊക്കെ ഉള്ളത് അത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ വേറെ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നു. അതിനുശേഷം 11:05 ഇവരെല്ലാവരും എഴുന്നേൽക്കുന്നത് കേട്ടോ. രാവിലെ 11:05 ഡേ 1. അതിനുശേഷം ബിഗ് ബോസ് സോങ് ആണ് മോർണിംഗ് സോങ് ആയിട്ട് കേൾക്കുന്നത്. എന്നിട്ട് എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട്. അതിനുശേഷം 11:50 എന്താണ്, മറ്റേ രഞ്ജിത്ത് പറയാണ് എന്നെ ചേട്ടനൊന്നും വിളിക്കണ്ട എന്നൊക്കെ പറയുന്നു. അതിനിടയ്ക്ക് അതിന്റെ കുറച്ച് ഇഷ്യൂ രണ ഫാത്തിമ അറിഞ്ഞു. എന്താണ്, പിന്നെ നിങ്ങളെ എന്താ രഞ്ജിത്ത് പേരെടുത്ത് വിളിച്ചോ എന്നൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ചെറിയൊരു എന്താണ് കാര്യങ്ങൾ, ചേട്ടാന്ന് വിളിക്കരുതെന്നുള്ള കാര്യം രഞ്ജിത്തിന് പേര് വിളിച്ചാണെന്ന് പറഞ്ഞു. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിട്ട് പറയുന്നു, ബിഗ് ബോസ് പറയുന്നു, നിങ്ങൾ ഇവിടെ ഒരു നിയമലംഘനം, എല്ലാവരും ലിവിങ് ഏരിയയിൽ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറയാണ് നിങ്ങൾ ഇവിടെ ഒരു നിയമലംഘനം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ സംഭവം എന്ന് വെച്ചാൽ മേക്കപ്പ് റൂമിൽ നിന്ന് അവർക്ക് ഒരു മേക്കപ്പ് റൂം കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ലിപ്സ്റ്റിക്കോ എന്തൊക്കെയോ എടുത്ത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ശൈത്യോട്ടെന്ന് പറയുന്നു, ഞാൻ വേണ്ടെന്ന് ആദ്യമേ പറഞ്ഞതാണ്. എന്നിട്ട് എല്ലാവരും ചോദിക്കുകയും ചെയ്തു, എന്നിട്ട് നീ ഇട്ടല്ലോ, നീ വേണ്ടാന്ന് പറഞ്ഞു നോക്കി, സമ്മതിച്ചു, നീ ഇടുകയും ചെയ്തില്ലേ എന്നും കൂടി പറഞ്ഞു. അപ്പൊ എല്ലാവരും അങ്ങനെ പറഞ്ഞു. അപ്പൊ ആദിലയാണ് ഫസ്റ്റ് ഇടുന്നത്. പിന്നെ അപ്പൊ ബിഗ് ബോസ് ചോദിച്ചു, ഒരാൾ കിണറ്റി ചാടി എല്ലാവരും കിണറ്റി ചാടോ എന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരാൾ ഞാൻ ശ്രദ്ധിച്ചില്ല, ഇനി ചാടില്ല എന്ന് പറഞ്ഞു. അതിൽ ശൈത്യ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അത് ശൈത്യ പറയുന്ന വെച്ചാല് ഞാൻ പറഞ്ഞിരുന്നു വേണ്ടെന്ന്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എടുത്തു. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സംഭവം പറഞ്ഞു, ഓക്കെ അന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്യാതിരിക്കുകയായിരുന്നെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ പറയാമായിരുന്നു. പക്ഷെ അവർ ആ എക്സ്പ്ലനേഷൻ പറഞ്ഞില്ല. എന്ന് വെച്ചാല് എക്സ്പ്ലനേഷൻ വെച്ചാല് നിങ്ങളത് ചെയ്തിട്ടാണ്, നിങ്ങൾ ആ കാര്യം പറഞ്ഞിട്ടാണ് നിങ്ങളത് ചെയ്തത്. പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടും അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ഇതിന്റെ ഒപ്പീനിയൻ അങ്ങനെ പറയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് അത് വേണ്ട ഒരു എന്താണ് ഒന്ന് ഇതാക്കുന്ന പോലെ പറഞ്ഞു. പിന്നെ ഒരു മാപ്പൊക്കെ പറഞ്ഞു, സോറി ബിഗ് ബോസ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ സംഭവം അനീഷ് ഇടപെടുന്നുണ്ട് കേട്ടോ. അനീഷ് നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. അതിനുശേഷം റേസ് സ്റ്റാർസിന്റെ കാര്യമാണ് പറയുന്നത്. റേസ് സ്റ്റാർസ് ഇപ്പോൾ കയ്യിലുള്ളത് ആര്യന്റെയും ആദില, നോറ. എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാൽ നോറയുടെ കയ്യിലാണ് ഇതിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു ഡൗട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആദിലയും നോറയും ഒരേ കണ്ടസ്റ്റന്റ് ആണല്ലോ. അപ്പൊ എന്തുകൊണ്ട് ആദില നേരത്തെ എഴുന്നേറ്റില്ല എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇനി അവര് വിചാരിച്ചിരിക്കുന്നത് രണ്ട് സെപ്പറേറ്റ് കണ്ടസ്റ്റന്റ് ആണോ എന്നാണോ വിചാരിച്ചിരിക്കുന്നത് അറിയില്ല. ആദില എഴുന്നേറ്റില്ല, ആര്യൻ, നോറ, ജിസേല് എഴുന്നേൽക്കുന്നു. അതിനുശേഷം എന്താണ്, ക്യാപ്റ്റൻസി ടാസ്കിന്റെ സംഭവമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഷേവിങ്
ഫോമും പേപ്പർ പ്ലേറ്റും. അതെന്താണെന്ന് വെച്ചാൽ എന്താണ്, വേറെ ഒന്നുമല്ല. ഈ ഒരു പേപ്പർ പ്ലേറ്റ് ഉണ്ടാവും. ആ പേപ്പർ പ്ലേറ്റിൽ നിങ്ങൾ ഈ ഷേവിങ് ഫോം വെച്ചിട്ട് നിങ്ങൾ ക്യാപ്റ്റൻ ആവേണ്ടെന്ന് ആഗ്രഹമുള്ള ആളുടെ മുഖത്ത് ഇത് വയ്ക്കുക എന്നുള്ളതാണ് സംഭവം. അപ്പൊ അതാണ് സംഭവം. അതില് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരുത്തർ ആരൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ പറയാം. അനീഷ് എന്താണ്, ഷാരികയുടെ മുഖത്ത് ഇത് തേച്ച് വെക്കുകയാണ്. സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്. എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ ഇത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുക. വേറെ ഒന്നുമല്ല, സ്ക്രിപ്റ്റഡ് ആണെന്ന്. മറ്റേ ഏത് ഷാരിക സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ ഷോ സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞത് നമ്മൾ കേരളത്തിൽ എല്ലാവരും മണ്ടന്മാരാക്കുന്നുള്ള അവരുടെ ഷോയിൽ ഷാരികയുടെ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ സംഭവം, അത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിനാണ് അനീഷ് കയറി പിടിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ അനീഷ് ഷാരികയെ മുഖത്ത് ചെയ്യുന്നു. അതുപോലെ തന്നെ അഭിലാഷ് അക്ബർ ഖാന്റെ ഫേസിലാണ് ചെയ്യുന്നത്. എല്ലാം ചെറിയ ചെറിയ കേസുകളാണ്, വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഒന്നും പറയാത്തത്. നിവിൻ എന്താണ് അനീഷിന്റെ ഫേസിൽ ചെയ്യുന്നു. ആദില ആൻഡ് നോറ അനീഷിന്റെ ഫേസിൽ. RJ മിൻസി അനീഷിന്റെ ഫേസിലാണ് ചെയ്യുന്നത്. ജിസൈല് രേണുയുടെ ഫേസിലാണ് ഇത് ചെയ്യുന്നത്. സരിക അനീഷിന്റെ മുഖത്ത്. രണ ഫാത്തിമ രഞ്ജിത്തിന്റെ മുഖത്ത് ഈ സംഭവം ചെയ്യുന്നു. ശൈത്യ ആദില നോറയുടെ മുഖത്ത് ഷേവിംഗ് ഫോം ചെയ്യുന്നു. അനുമോള് അനീഷിന്റെ മുഖത്ത്. ബിന്നി സെബാസ്റ്റ്യൻ ശൈത്യയുടെ മുഖത്ത്. ഷാരിക അനീഷിന്റെ മുഖത്ത്. ആര്യൻ ആദില ആൻഡ് നോറ എന്ന് പറഞ്ഞ ആളുടെ മുഖത്ത് ചെയ്യുന്നു. അപ്പാനി ശരത്ത് രേണുസുതിക്ക് ചെയ്യുന്നു. ഷാനവാസ് അനുമോൾക്ക് കൊടുക്കുന്നു. രഞ്ജിത്ത് അനീഷിനെ കൊടുക്കുന്നു. മുൻഷി രഞ്ജിത്ത്. രണ ഫാത്തിമ. ശരി, രേണു അത് വെച്ചാല് രേണു എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ അനീഷ് അല്ലേ രേണു എന്ന് വിളിക്കുന്നത്. അത് പെട്ടെന്ന് കേട്ടത് രേണു അല്ല, രേണു എന്താണ് രണ ഫാത്തിമയുടെ മുഖത്ത് ചെയ്യുന്നു. അക്ബർ ഖാൻ അനുമോൾക്ക്. ഒനീല അനീഷിന്. അപ്പൊ ഇത് കൂടുതലും അനീഷാണ് കിട്ടിയിരിക്കുക. അനീഷിനാണ് ഫുള്ളും ഇത് കിട്ടിയിരിക്കുന്നത്. അനീഷിനാണ് ഈ ഷേവിംഗ് ഫോമിന്റെ സംഭവം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ബിഗ് ബോസ് എന്ന് പറയാണ്, നിങ്ങൾ ആ ബുക്ക് മര്യാദക്ക് വായിച്ചോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അനീഷിനെ പറഞ്ഞുകൊണ്ട് പറയാണ്. ബിഗ് ബോസ് അവസാനം ട്വിസ്റ്റ് പൊട്ടിക്കുകയാണ്. എങ്കിൽ ഇത്തവണത്തെ ക്യാപ്റ്റൻ അനീഷാണ് എന്ന് പറഞ്ഞപ്പോ എല്ലാവരും പ്ലിങ്ങസ്റ്റാന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ 2 മണിക്ക് എന്താണ് അനീഷ് ക്യാപ്റ്റൻ ആകുന്നു. 2 മണി അനീഷ് ക്യാപ്റ്റൻ ആകുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ആ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ പോകുന്നത്. പിന്നെ 2:25 ആയപ്പോഴത്തേക്കും അനീഷ് ക്യാപ്റ്റൻ ആയതിന്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു ടൈം അങ്ങനെ പോകുന്നു. പിന്നെ അതേപോലെ തന്നെ രേണു രണ ഫാത്തിമ അഭിലാഷ് ഒരു 3 പേരും കൂടി ഇരുന്നിട്ട് പുറത്തിരുന്നിട്ട് ഡിസ്കഷൻ നടത്തുകയാണ്. നമ്മൾ അത് വേറെ ഒന്നുമല്ല, 100 ദിവസം നിന്നുള്ള പ്രശ്നം. പിന്നെ 2 ആഴ്ച കൊണ്ട് നമ്മുടെ റിയൽ ഫേസ് പുറത്തേക്ക് വരും. കൂടിപ്പോയ 5 ദിവസം കേസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ അഭിലാഷിന്റെ എന്താണ് ഹൈപ്പർ ആവുന്നതിന്റെ കാര്യം, പെട്ടെന്ന് ദേഷ്യം വരുന്ന സംഭവം, അത് ഞാനും പറയാനിരിക്കുകയാണ്. കാരണം അഭിലാഷിന്റെ ദേഷ്യം കുറച്ച് ഓവറാണ്. എനിക്കത് കണ്ടപ്പോഴേ തോന്നി, ഞാനത് പറയുന്നു. കാരണം കുറച്ച് ഓവറാണ്. അത് കുറച്ച് കുറയ്ക്കുക. അധികം ഹൈപ്പർ ആവുക ചിലപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ആ ഒരു സ്വഭാവത്തിലുള്ള ഒരു സംഭവം ആയിരിക്കാം. നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവം തന്നെ ആയിരിക്കാം. പിന്നെ 4:25 ആകുമ്പോഴത്തേക്കും പണിപ്പൂര എന്ന് പറഞ്ഞ സംഭവത്തിന്റെ റൂൾസ് ഒക്കെ വായിക്കുകയാണ് അനീഷ് വായിക്കുകയാണ്. പിന്നെ അവർ പറയുകയാണ്, ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. എന്താണ് ഇന്ന സമയത്ത് എടുക്കണം, അതുപോലെ ടാസ്ക് ഇത്തവണ ഇതില്ല കേട്ടോ, നമ്മുടെ ലക്ഷറി ടാസ്ക് എന്ന് പറഞ്ഞിട്ട് സംഭവം ഇല്ല. അതിന് പകരം പണിപ്പുരയിലാണ് ഈ ലക്ഷറി ഐറ്റംസ് ഇരിക്കുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടാസ്ക് തരും, ഒരു ടാസ്ക് പോലെ സംഭവം, അതിലേക്ക് പോയിന്റ് മേടിച്ചിട്ടായിരിക്കും ചെയ്യേണ്ടത്. അപ്പൊ ഇത്തവണ നിങ്ങൾക്ക് ഈ ഫുൾ സാധനങ്ങൾ എടുക്കണമെങ്കിൽ ലക്ഷറി എന്ന ഈ ഒരു പണിപ്പുരയുടെ ഇതിൽ നിന്ന് എടുക്കണം. അത് എടുക്കണമെങ്കിൽ ഒരു ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമാണ് ഈ പണിപ്പുരയിൽ നിന്ന് അവരവരുടെ സാധനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അതിൽ 3 ബോക്സ് ഉണ്ട്. പിങ്ക്, ബ്രൗൺ, ഗ്രീൻ എന്ന് പറയുന്ന ബോക്സ് ഉണ്ട്. അതിൽ പിങ്ക് ഫുഡ് വെക്കാനുള്ളത്, ബ്രൗൺ എന്താണ് നമ്മുടെ ഡ്രസ്സുകൾ വെക്കാനും, ഗ്രീൻ ആക്സസറീസ് അങ്ങനെ അലർജിയുടെ സാധനങ്ങൾ വെക്കാനുള്ള ഇതാണ്. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് കിട്ടിയ ഇപ്പോൾ നിശ്ചിത എമൗണ്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അന്ന് വീക്കിലി ടാസ്ക് കളിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ടാസ്ക് കിട്ടുകയല്ലോ, ക്യാഷ് കിട്ടുമല്ലോ, ആ ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ. എമൗണ്ടിൽ ഉള്ളതിൽ മാത്രം നമ്മൾ നമ്മുടെ സാധനങ്ങൾ എടുക്കുക, അത് കവിഞ്ഞ് എടുക്കരുത്.
ഓക്കെ, അത് കവിഞ്ഞ് എക്സ്ട്രാ എടുക്കുകയാണെങ്കിൽ പിന്നെ അത് കിട്ടില്ല എന്നുള്ള രീതിയിൽ പറയും. നമ്മുടെ ലക്ഷറി ടാസ്ക് തന്നെ, നമ്മുടെ ലക്ഷറി ടാസ്ക് എന്താണോ അതേ സംഭവം തന്നെ നമ്മുടെ ഡ്രസ്സുകൾ എടുക്കാനുള്ള ഒരു ഇതായി മാറി. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിന്റെ നിയമങ്ങളൊക്കെ പറയുകയാണ്. എന്താണ്, അതിൽ കയറുന്നവർ സ്വന്തം സാധനങ്ങൾ, പേഴ്സണൽ സാധനങ്ങളും പിന്നെ മറ്റുള്ളവർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ജനറലിലേക്കും കൊണ്ടേ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്കും നമ്മുടെ കാര്യങ്ങളും വേറെ എല്ലാ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതും നമുക്കുള്ള സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ പേഴ്സണൽ ബോക്സിലും, വേറൊരാൾക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ജനറൽ ബോക്സിൽ ഇടണമെന്ന് പറയുന്നു. അത്രേ ഉള്ളൂ. പിന്നെ എന്താണ്, നമ്മുടെ നോമിനേഷന്റെ സംഭവമാണ് തുടങ്ങുന്നത്. നോമിനേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ എവിക്ഷൻ നോമിനേഷൻ ഇല്ലേ, ഇതാണ് ഈ ആഴ്ച പുറത്താവാൻ വേണ്ടിയിട്ടുള്ള ഒരു എവിക്ഷൻ നോമിനേഷൻ ചെയ്യാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും. ആക്റ്റീവ് അല്ല, എന്താണ്, ഒരു മിംഗ്ലിംഗ് ഇല്ല, ആരുമായിട്ട് ഇടപെടുന്നില്ല, വസ്ത്രധാരണ, പിന്നെ അങ്ങനെ കുറച്ച് ചെറിയ പഠിക്കുക. കാരണം ഇന്നലെ ഒരു ദിവസം എല്ലാം ആയുള്ളൂ. അപ്പൊ അത്രയും ചെറിയ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ഇവര് റീസൺ പറഞ്ഞിരിക്കുക. അനുമോളാണെങ്കിൽ ജിസേലിന്റെ പേരും രഞ്ജിത്തിന്റെ പേരും പറയുന്നു. ആര്യൻ ശൈത്യയുടെയും നിവിന്റെ പേര് പറയുന്നു. സരിക ആര്യന്റെയും ഒനീലിന്റെ പേര് പറയുന്നു. അക്ബർ ഖാൻ മുൻഷിയുടെയും ആദില നോറയുടെ പേര് പറയുന്നു. അതുപോലെ തന്നെ ബിന്നി ശൈത്യയുടെയും നിവിന്റെ പേര് പറയുന്നു. ഒനീൽ ജിസേലിന്റെയും ശൈത്യയുടെ പേര് പറയുന്നു. ബിന്നി സെബാസ്റ്റ്യൻ ശൈത്യയുടെയും രഞ്ജിത്തിന്റെ പേര് പറയുന്നു. അഭിലാഷ് രേണുസുധിയുടെയും ആര്യൻ കദൂരിയുടെയും പേര് പറയുന്നു. രന ഫാത്തിമ നെവിന്റെയും ശൈത്യയുടെ പേര് പറയുന്നു. രഞ്ജിത്ത് മുൻഷി രഞ്ജിത്ത് ശൈത്യയുടെയും ജിസൈലിന്റെ പേര് പറയുന്നു. ജിസൈല് രേണുസുധിയും ഷാരികയുടെ പേര് പറയുന്നു. ഷാരിക രേണുവിന്റെയും രഞ്ജിത്തിന്റെ പേര് പറയുന്നു. ഷാനവാസ് ജിസൈലിന്റെയും അഭിലാഷിന്റെ പേര് പറയുന്നു. നെവിൻ അനുമോളിന്റെയും രേണുടെയും പേര് പറയുന്നു. ആദില നോറ ശൈത്യയുടെയും ആര്യന്റെ പേര് പറയുന്നു. ശൈത്യ ബിന്നിയുടെയും രഞ്ജിത്തിന്റെ പേര് പറയുന്നു. രേണു അക്ബർ ഖാന്റെയും ശൈത്യയുടെ പേര് പറയുന്നു. രേണുസുധി അപ്പാനി ശരത്ത് നെവിന്റെയും ഷാനവാസിന്റെ പേര് പറയുന്നു. ലാസ്റ്റ് ആയിട്ട് അനീഷ് ഷാരികയുടെയും അനുമോളുടെ പേര് പറയുന്നു. അങ്ങനെ ഈ ശൈത്യക്ക് ഫുള്ളും കിട്ടിയിരിക്കുന്ന അവൻ ലിപ്സ്റ്റിക്കിന്റെ വിഷയമാണ്. ശൈത്യക്ക് ഫുള്ളും ആ ലിപ്സ്റ്റിക്കിന്റെ ഇഷ്യൂലാണ് വന്നിരിക്കുന്നത്. ലിപ്സ്റ്റിക് എടുത്തതിന്റെ കേസ് പറഞ്ഞിട്ടാണ് അത് ക്ലിയർ ആക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ ആ കേസാണ് ശൈത്യക്ക് ഇന്ന് നെഗറ്റീവ് ആയത്. അത് ഫുള്ളിനാണ്, അതൊരു ഫുള്ളിനാണ് ശൈത്യക്ക് അതിന് കിട്ടിയിരിക്കുന്നത്. രേണുക്കാണെങ്കിൽ എന്താണ് ഒറ്റപ്പെട്ടിരിക്കുന്നു, അതുപോലെ ഒരു മിംഗ്ലിംഗ് ഇല്ല. ഇതേ കാര്യങ്ങൾ തന്നെയാണ് നെവിൻ അല്ലല്ലോ അനുമോളുടെ കേസിലും പറയുന്നത്. വലിയ പിന്നെ അനുമോളുടെ ക്യൂട്ട്നെസ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഒരു പറയുന്നത്. പിന്നെ ഇതില് ഷാനവാസിന്റെ ഒരു നിലപാട് എനിക്ക് ഇഷ്ടപ്പെടാത്തത്, ഈ നോമിനേഷന്റെ സമയത്ത് ഷാനവാസ് പറയുന്നു കേരളത്തിലെ വസ്ത്രധാരണ പോലെയല്ല നമ്മുടെ ജിസയിൽ ഇടുന്നത് എന്ന് പറഞ്ഞു. അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരാളുടെ വസ്ത്രം എന്ന് വെച്ചാൽ സ്വന്തം ഒരാൾക്ക് എങ്ങനെ ഇടണ്ടെന്നുള്ളത് ഒരാളിലേക്ക് ഇഷ്ടമാണ്. ഒരു പ്രത്യേക രീതിയിലൊന്നുമല്ല. എനിക്ക് മര്യാദക്കും ഉള്ള ഡ്രസ്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ജിസയില്. അപ്പൊ അത് പറഞ്ഞപ്പോ എനിക്ക് ഷാനവാസ് പറഞ്ഞപ്പോഴാണ്, ഇപ്പൊ സരിക പറഞ്ഞ ഓക്കെ, ഒരു എല്ലാം ഒരു ഇതുള്ള പെൺകുട്ടിയാണ്, വെച്ചാൽ ഒരു കുലസ്ത്രീ ഉള്ള പെൺകുട്ടിയാണ് എങ്കിൽ നമുക്ക് ഓക്കെ സമ്മതിക്കാം. സരികയാണെങ്കിൽ പോലും സരിക പണ്ടത്തെ ചിന്താഗതിയുള്ള ഒരാളാണ്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. പക്ഷെ ഷാനവാസ് ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. കാരണം ഷാനവാസ് എന്ന് പറയുന്നത് ഒരു ന്യൂജൻ ആളാണ്. അപ്പോൾ ഷാനവാസ് അങ്ങനെ ചെയ്തപ്പോൾ അയ്യോ ഷാനവാസ് ഇങ്ങനെ പറഞ്ഞോ എന്നുള്ള രീതിയായിപ്പോ. കാരണം അത് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഒരു എന്താണ് കുലപുരുഷന്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. ഷാനവാസ് അത് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേസ്റ്റ് കാര്യമായി ചെയ്യുന്നത് ഇന്നത്തെ. അപ്പോൾ ശൈത്യക്ക് 8 വോട്ട് കിട്ടുന്നു. രേണുസുധിക്ക് 4 വോട്ട്, ജിസൈലിന് 4 വോട്ട്, നിവിന് 4 വോട്ട്, ആര്യന് 3 വോട്ട്, രഞ്ജിത്തിന് 5 വോട്ട്, ഷാരികക്ക് 2 വോട്ട്, അനുമോളിന് 2 വോട്ട്. അങ്ങനെ 8 പേരാണ് ഇത്തവണത്തെ നോമിനേഷൻ പ്രക്രിയയിലുള്ളത്. അതുപോലെ തന്നെ 6-5 ആയപ്പോൾ ഈ നോമിനേഷൻ കഴിഞ്ഞപ്പോൾ ഈ നോമിനേഷന്റെ ഇടയിൽ രേണുസുധിക്ക് തലവേദന എടുക്കുന്നുണ്ട്. അപ്പൊ ഈ അനീഷ് വന്നിട്ട് ക്യാമറ പറയുന്നു എന്താണ് തലവേദന എടുക്കുന്നുണ്ട്, ഒരു കോഫി പൗഡറോ അങ്ങനെ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ വന്നിട്ട് ഷാനവാസ് എന്ന് പറയുന്നു എനിക്ക് തലവേദന ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അനീഷ് പറഞ്ഞു നിങ്ങൾ എന്നോട് വന്ന് പറഞ്ഞില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത് അറിയുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂ ആയി. പിന്നെ ഒരു 6-5 ആയപ്പോഴത്തേക്കും ഇതങ്ങ്
പെരുക്കാൻ തുടങ്ങി. അത് വേറെ ഒന്നല്ല, രേണുസുതി ഇങ്ങനെ വന്നിട്ട് ഇറങ്ങി നടന്നപ്പോൾ ആ രേണുസുതി അതിന് മുൻപ് ഈ അഭിലാഷൊക്കെ ഒന്ന് ഡിസ്കഷൻ നടക്കുക. അഭിലാഷം ഷൈത്ത് എന്നിട്ട് തലവേദന ഉള്ള ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ ഒരാൾ ഇങ്ങനെ അഭിലാഷ് ഷൈത്തേനോട് പറഞ്ഞു. അപ്പൊ ഈ രേണു ഇങ്ങനെ നടന്നു പോയപ്പോ അക്ബർ ഖാൻ ചോദിച്ചു എന്ത് പറ്റി, ഇപ്പൊ തലവേദന ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പത്തേക്കും അഭിലാഷ് വന്ന് ഇടപെട്ടു. ഭയങ്കര തലവേദന ഉണ്ട് രേണുസുതി ഭയങ്കര തലവേദന ഉണ്ട്, എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അഭിലാഷ് ആണെങ്കിൽ ഹൈപ്പറായി, നല്ല രീതിയിൽ ഹൈപ്പർ ആവുന്നു. അഭിലാഷും രേണു ഭയങ്കരമായിട്ട് എടാ എനിക്ക് നീ എന്നെ തല്ലാൻ പാടാന്ന് പറഞ്ഞിട്ട് അഭിലാഷാണെങ്കിൽ തലവേദന ഉള്ള ഒരാൾ എങ്ങനെ നടക്കും, തലവേദന ഉള്ള അഭിലാഷിന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അഭിലാഷ് കുറച്ച് ഓവർ ഹൈപ്പറാണ് എന്നുവെച്ചാൽ അത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല ഒരു കാര്യത്തിന്. ചെറിയ ഇപ്പോ എന്താണ് ആ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും രേണുസുതിക്കാണ് അത് പോസിറ്റീവായി മാറിയത്. കാര്യം അതൊരാളുടെ അസുഖമാണ്, തലവേദന എന്നുള്ള കിടന്നുകൊണ്ടിരിക്കുമോ എനിക്ക് തോന്നുന്നില്ല, കുറച്ചു നേരം നടക്കും, ചിലപ്പോൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ നടക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇത് അഭിലാഷ് ഈ പറഞ്ഞപ്പോൾ എനിക്ക് അയ്യോ ഇത് വേണ്ട, ഇത് കുറച്ച് ഓവറായിപ്പോയി, അഭിലാഷിന്റെ ഭാഗത്ത് കുറച്ച് ഓവറായിപ്പോയി. അഭിലാഷും രേണു ഇതെല്ലാം മുട്ട വഴുക്കൊക്കെ ആയപ്പോഴത്തേക്കും ഒരു 1 മിനിറ്റ് ആയപ്പോഴത്തേക്കും അനീഷ് ഇത് ചോദിക്കാൻ വന്നപ്പോഴത്തേക്കും അഭിലാഷ് അനീഷിനോട് ഭയങ്കര അഭിലാഷ് പറയാണ് ഷാനവാസിന് കിട്ടാത്ത ഒരു പ്രിവിലേജും മറ്റൊരാൾക്ക് കിട്ടണ്ട, ഷാനവാസിന് കിട്ടാത്ത ഒന്നും മറ്റൊരാൾക്ക് വേണ്ട, ഇവിടെ ആർക്കും വേറെ സ്പെഷ്യൽ പ്രിവിലേജസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് അഭിലാഷ് അനീഷായിട്ട് തുടങ്ങി. അനീഷാണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന പുറകെ അഭിലാഷ് പിടിച്ച് വെക്കാനായിട്ട് സരിക അനിമോളൊക്കെ വന്ന് പിടിച്ചു നിർത്തുന്നുണ്ട് മിണ്ടാതിരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ലാലേട്ടൻ ഇത് വന്ന് ചോദിക്കും, അനാവശ്യമായിട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു, എനിക്ക് മിക്കവാറും അതിങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നു. അപ്പോഴത്തേക്കും ഷാനവാസ് വന്നിട്ട് അനീഷിനോട് എടോ എനിക്ക് എന്താ വയ്യായിരുന്നോടോ എന്നിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഷാനവാസും അനീഷ് തമ്മിൽ അവിടെ വേറൊരു ഇഷ്യൂ. അതിനുശേഷം അനീഷ് വന്നിട്ട് ക്യാമറയിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് ഇവിടെ രേണുസുതിക്ക് വയ്യ, രേണുസുതിക്ക് ഒരു ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഷാനവാസ് പറഞ്ഞു എടോ ഞാൻ തന്നോട് ഇത്ര നേരമായിട്ട് പറയാൻ എനിക്ക് തലവേദന ഉണ്ട്. അപ്പൊ അനീഷ് ആണെങ്കിൽ ഇപ്പോഴും പറയുകയാണ് എന്നോട് പറഞ്ഞില്ലല്ലോ, എന്നോട് പറയാത്തതുകൊണ്ടാണ് ഞാൻ അത് അവിടെ നിന്ന് പിന്നെ അങ്ങ് തുടങ്ങി. എടോ താനൊരു ക്യാപ്റ്റനില്ല, ഞാൻ കുറച്ച് മുന്നേ ഇതിന് ബാധിച്ചത് എനിക്ക് തലവേദന ഉണ്ടായിട്ടാണ്, തലവേദന ഉണ്ടായിട്ട് നിങ്ങളോട് ഈ കാര്യം പറയപ്പോൾ നിങ്ങൾ ഇത് രണ്ടാമതൊന്ന് പറയല്ലേ വേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്താണ് അങ്ങനെ കുറെ ഇഷ്യൂ വന്നു. എന്നിട്ട് ബിഗ് ബോസ് വിളിക്കുകയാണ് എന്താണ് ഇത് വയ്യാത്തവര് കൺവെൻഷൻ റൂമിലേക്ക് വരാമെന്നൊരു വിളിക്കുകയാണ്. അതാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അത്യാവശ്യം കുറച്ചൊക്കെ കണ്ടന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രേണുസുതിയും ഇവരൊക്കെയാണ് കൊണ്ടുപോയത് സംഭവം, കാരണം ഭയങ്കരമായിട്ട് ഇതായിട്ട് പോസിറ്റീവ് ആവും. അതുപോലെ തന്നെ പ്ലസിന്റെ കേസ് പറയുകയാണെങ്കിൽ എന്താണ് കിച്ചൺ വേറെ ഒന്നല്ല, എല്ലാവരും ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ അനീഷ് ആയതുകൊണ്ട് എല്ലാവരും പല പല ജോലികൾ കൊടുക്കുകയാണ്. കിച്ചൺ ടീമില് ഒനിയില് സരിക, രഞ്ജിത്ത്, ബിന്നി സെബാസ്റ്റ്യൻ ഇത്രയും പേര് കിച്ചണിലാണ്. ഫ്ലോറില് ജിസേല്, ആദില നോറ, രേണുസുതിയാണോ രേണുസുതി, അനുമോള്, ഈ 4 പേര് ഈ 5 പേരും 4 കണ്ടസ്റ്റൻസ് ആണ് ഫ്ലോർ ടീമായിട്ട് ഇതാക്കിയിരിക്കുന്നത്. പിന്നെ വെസലില് അഭിശ്രീ, ഷാരിക, ബിൻസി, പിന്നെ ഷാനവാസ്, ഷൈത്യ, ഇവരാണ് വെസൽ ടീം. പിന്നെ ടോയ്ലറ്റില് ആര്യൻ, ശരത്ത്, രേണ ഫാത്തിമ, അക്ബർ, നിവിൻ ഇത്രയും പേരാണ് ടോയ്ലറ്റില്. പിന്നെ കുറച്ചങ്ങ് കഴിഞ്ഞത്തേക്കും ഷഡ്ഡി കേസാണ് വരുന്നത്. സത്യം ഷഡ്ഡി കേസാണ് അതിൽ വരുന്നത്, വേറെ ഒന്നും അല്ല. ആരുടെയോ ഒരു എന്തോ അണ്ടർ ഗാർമെന്റ് എവിടെ അനിമോളാണെന്ന് തോന്നുന്നു കൊണ്ടുപോയി തൂക്കിയിട്ടു. അപ്പോൾ ഇത് ലൈവ് ഞാൻ കണ്ടതുകൊണ്ട് പറയാണ്, തൂക്കിയിട്ടപ്പോൾ ഇത് ഭയങ്കര പ്രശ്നം, ഇത് ആരാണ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ അത് ജിസേലിന്റെ അണ്ടർ ഗാർമെന്റ് ആയിരുന്നു. ജിസേൽ വന്നിട്ട് എന്താണ് നിന്റെ അണ്ടർ ഗാർമെന്റ് വെറ്റായിരുന്നു, പുറത്ത് പോകാൻ പറ്റില്ലായിരുന്നു, മഴ ആയതുകൊണ്ട് പുറത്ത് കൊണ്ട് വെച്ചില്ല, അതുകൊണ്ട് ഞാൻ അകത്ത് വെച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഷാരിക വന്നിട്ട് സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കുന്നത്, ജിസേൽ നിന്റെ ആണോ, അതേ എൻ്റെ ആണ്, നിനക്ക് ഇതിന് പ്രശ്നമുണ്ടോ, എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ അവിടെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അക്ബർ ഖാൻ വന്നു. അക്ബർ ഖാനും അക്ബർ ഖാനും ഷാരിക്കും തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ടാവുന്നു. വലിയ രീതിയിൽ ഒന്നുമില്ല. പിന്നെ നാളത്തെ പ്രൊമോ എന്താണെന്ന് വെച്ചാൽ
പണിപ്പുര ടാസ്ക് ആണ്. നമ്മുടെ ലക്ഷറി ടാസ്ക് ചെയ്യുന്ന പോലെ തന്നെ പണിപ്പുര ടാസ്ക് ആണ്. വലുതായിട്ടൊന്നുമില്ല. ആ ഒരു സംഭവം തന്നെയാണ് നാളെ ഉള്ളത്. ഇനിയിപ്പോൾ നാളത്തെ ഒരു രാവിലത്തെ സംഭവങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് വലിയ കണ്ടന്റ് ഒന്നും ഇല്ലായിരിക്കും നാളെ ചിലപ്പോൾ ചത്ത അവസ്ഥയായിരിക്കും മിക്കവാറും, എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ അഭിലാഷിന്റെ കേസാണ്. അഭിലാഷിന്റെ കേസ്. അഭിലാഷ് കുറച്ച് ഓവറാണ്, കുറച്ച് അത് കുറയ്ക്കണം. ഹൈപ്പർ ആവുന്നുണ്ട്, അത് കുറച്ച് കുറയ്ക്കണം. രണ്ടാമത് ഷാനവാസിന്റെ കുലപുരുഷൻ സ്വഭാവം അത് കുറച്ച് കുറയ്ക്കേണ്ടത് തന്നെയാണ്. കാരണം അങ്ങനത്തെ അത് കുറച്ച് കുറയ്ക്കേണ്ടതല്ല, അത് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മാന്യമായിന്ന് കേരള സംസ്കാര ഡ്രസ്സ് അങ്ങനെ ഒന്നുമില്ല. ബിഗ് ബോസിൽ തുണിലാണ്ടല്ലോ നടക്കുന്നത്. ജിസയിലും ഒരു അത്യാവശ്യം നല്ല ഡ്രസ്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ല ഇതായിട്ട് ഇരുന്നുണ്ട്. ഓവർ എക്സ്പോസും ചെയ്യാതെ ഒരു മര്യാദ ഇട്ടിരിക്കുകയാണ്. പിന്നെ വീട്ടിലെ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഇത് പിടിക്കത്തില്ല, അങ്ങനെയുള്ളൂ. ഇതൊരു ഷാനവാസ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഷോക്കായി പോയത്. പിന്നെ ഈ അഭിലാഷ് രേണുസുധീനോട് ചൂടായതിനു ശേഷം രേണുസുധിക്കാണ് ഇത് പോസിറ്റീവായിട്ട് വരുന്നത്. ഇങ്ങനെ പോയാൽ രേണുസുധി മുൻപോട്ട് വരും. പിന്നെ അനീഷിന്റെ കേസ് എന്ന് വെച്ചാൽ അനീഷ് ഒരു പ്രൊവോക്കിംഗ് മെറ്റീരിയലാണ് ആ വീട്ടിൽ. എല്ലാവരും പോയി ചോറിയുന്നുണ്ട്, പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇത് പ്രൊവോക്കിംഗ് ആണ്, അത് അവർക്ക് അറിയാം. ഇതിപ്പോ ഒരാളെ പോലെ ആവാന്നൊക്കെയാണ്, ഭയങ്കര ഒറ്റപ്പെടൽ ഒക്കെയാണെന്നൊക്കെ പറയുന്ന ഗെയിം തകർത്ത് കയ്യിൽ കൊടുക്കുന്നുണ്ട്. അനീഷിന്റെ കയ്യിലേക്ക് തകർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അറിയില്ല, നമുക്ക് നോക്കാം. ബിഗ് ബോസ് പ്ലസിൽ ഇത്രയൊക്കെ തന്നെയാണ് നടന്നത്. ഇനി നാളെ ഞാൻ പുതിയൊരു റിവ്യൂ ആയിട്ട് വരും, പുതിയൊരു വീഡിയോ ആയിട്ട് ലൈവ് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ അതുവരെയും ബൈ.